കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അനുമാമിസ് ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാന ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഒരുപാട് തവണ ഈ ഒരു ചോദ്യത്തിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹൗ ഫോറിനേഴ്സ് ബിക്കം അവർ റൂളേഴ്സ്. എങ്ങനെയാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ ഭരണാധികാരികളായിട്ട് മാറിയത്? ഒരുപാട് സാഹചര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഈ സാഹചര്യങ്ങൾ ഓരോന്നും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു കഥ പോലെ ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തിയ വിദേശികൾ എന്ന് പറയുന്നത് ഒരിക്കലും ബ്രിട്ടീഷുകാരല്ല. ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ വിദേശികൾ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാർ വന്നു, അതേപോലെ തന്നെ അറബികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവസാനം ബ്രിട്ടീഷുകാരും ഇന്ത്യയിലേക്ക് വന്നു. അവസാനം എന്നുള്ളത് നിങ്ങൾ അധികം സ്ട്രെസ് ചെയ്യേണ്ട. എന്നിരുന്നാലും അല്ലെ, ബ്രിട്ടീഷുകാരും ഇന്ത്യയുടെ ഭരണാധികാരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് മറ്റുള്ളവരൊന്നും ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറാതെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറിയത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കണം. ഇന്ത്യയിലേക്ക് എത്തിയ എല്ലാ വിദേശ ശക്തികളുടെയും ആദ്യത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് ഇവരുടെ രാജ്യം വിപുലീകരിക്കണം എന്നുള്ളതായിരുന്നു. അതായത് ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ വൻകരകൾ തോറും മാറി മാറി ഇവരുടെ ഭരണം ഇവരെന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഇത് ഇവരുടെ ഒരു ആഗ്രഹമാണ്. പക്ഷെ ആദ്യം തന്നെ എനിക്ക് അങ്ങോട്ട് ഭരിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നല്ല ഇന്ത്യയിലേക്ക് അവർ കടന്നു വരുന്നത്. കച്ചവടമായിരുന്നു മറ്റുള്ളവരെ പോലെ തന്നെ ബ്രിട്ടീഷുകാരുടെയും ഇന്ത്യയിലേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവരെ ഇന്ത്യയിൽ ഇവരുടെ ഒരു കോളനി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് ചെയ്തത്, അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് അന്ന് മാറിയത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. കച്ചവടത്തിനായിട്ട് എത്തിയ വിദേശികളായിട്ടുള്ള ഈ ബ്രിട്ടീഷുകാര് പതിയെ അവിടുത്തെ നാട്ടുരാജാക്കന്മാരും ഒക്കെ ആയിട്ട് സൗഹൃദം സ്ഥാപിക്കുകയാണ്. സൗഹൃദം സ്ഥാപിച്ചു വന്നപ്പോഴാണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായത്. തൊട്ടടുത്ത നാട്ടുരാജ്യത്തിലെ രാജാവുമായിട്ട് ഇവർക്ക് അത്ര നല്ല ബന്ധമൊന്നുമല്ല ഉള്ളത്. ഈ രാജാവിന്റെ ആഗ്രഹം എന്താണ്, മറ്റേ രാജാവിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചിട്ട് സ്വന്തം രാജ്യം വിപുലീകരിക്കണമെന്ന്. അപ്പൊ ഈ ഒരു ആഗ്രഹം മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തെന്നോ, കൂട്ടത്തിൽ ശക്തരായിട്ടുള്ള രാജാവിന് ഇവരുടെ മെച്ചപ്പെട്ട ആയുധങ്ങളായിട്ടുള്ള തോക്ക്, പീരങ്കി മുതലായ സാധനങ്ങൾ നൽകി അവരെ യുദ്ധത്തിൽ എന്ത് ചെയ്യാണ്, സഹായിക്കുകയാണ്. ഇതുമൂലം ആ രാജ്യത്തെ നാട്ടുരാജാവുമായിട്ട് വളരെ നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കുകയാണ്, ബ്രിട്ടീഷുകാർക്ക് സാധിക്കുകയാണ്. ഒടുവിൽ ഈ ഒരു കാര്യം ഇങ്ങനെ തുടർന്ന് വന്ന ആളുകൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബ്രിട്ടീഷുകാർ അവരുടെ രാജ്യത്ത് എന്ത് ചെയ്യാണ്, ഫാക്ടറികൾ സ്ഥാപിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലെ അവരുടെ സേനയെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. ഒടുവിൽ അവസാനം എന്ത് ചെയ്തു, രാജാവിന്റെ അടുത്ത് തന്നെ ഇവർക്കൊരു പവർ കിട്ടുകയാണ്. പിന്നെ പതിയെ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, രാജാവിനെ നീക്കം ചെയ്ത് മുഴുവൻ അധികാരവും ആരുടെ കയ്യിലേക്ക് വരികയാണ്, ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വരികയാണ്. നോക്കിക്കേ നിങ്ങള്. Over the time, the British dominated the entire region of India. India was under their control for almost next 200 years. അപ്പോൾ വലിയ നിയമങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ വലിയ രീതിയിൽ ദ്രോഹിച്ചുകൊണ്ട് പിന്നീടുള്ള 200 വർഷക്കാലം എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാരെ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയാണ്. ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ പിന്നീട് ഈ ചാപ്റ്ററിന്റെ ഭാഗങ്ങളിൽ പഠിക്കുന്നത്. ഗാന്ധിജിയെയും നെഹ്റുവിനെയും സർദാർജിയെയും പോലെയുള്ള ഒരുപാട് ആളുകൾ അതിനു വേണ്ടിയിട്ട് അല്ലെ ഇവരുടെ ഭരണം ഇന്ത്യയിൽ നിന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോരാടുകയും അതിൻ്റെ കാര്യമായിട്ട് വന്ന ഒരുപാട് സമരങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എത്തിയ സാഹചര്യങ്ങൾ എന്താണെന്നും അല്ലെ ഇന്ത്യക്കാർക്കിടയിൽ അവരെങ്ങനെ അധികാരം സ്ഥാപിച്ചു എന്നുള്ള കാര്യം നമ്മളിപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചല്ലോ. അപ്പൊ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, മറന്നു പോകരുത്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Until then, bye, see you, take care.